ഒരിടവേളയ്ക്ക് ശേഷം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വീണ്ടും വാർത്തകളിൽ നിറയുകയാണ്. ഇന്ന് കേരളത്തിലെ ബി.ജെ.പിയെയും ബി.ജെ.പിയുടെ നേതാക്കളെയും സംബന്ധിച്ചിടത്തോളം തന്ത്രപ്രധാനമായൊരു ദിവസമായിരുന്നു. ബി.ജെ.പിയിലെ രണ്ടാമനെന്നറിയപ്പെടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ബി.ജെ.പിയുടെ രണ്ട് തന്ത്രപ്രധാനമായ പരിപാടികളിൽ പങ്കെടുക്കാൻ കേരളത്തിലെത്തിയ ദിവസമായിരുന്നു. ഒന്ന്, ബി.ജെ.പിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം, രണ്ട്, ഒരു പൊതുയോഗം. ഈ രണ്ട് പരിപാടികളിലും ഇന്ന് ബി.ജെ.പിയുടെ ഏതാണ്ട് എല്ലാ നേതാക്കളും പങ്കെടുത്തിരുന്നു. ബി.ജെ.പിയിൽ നിലവിൽ ഭിന്നിപ്പുൾപ്പെടെ അറിയിച്ച് തുടരുന്ന ബി.ജെ.പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ മുതൽ ബി.ജെ.പിയിലെ ഇപ്പോഴത്തെ സംസ്ഥാന ഭാരവാഹികൾ വരെ പങ്കെടുത്ത ഈ രണ്ട് പരിപാടികളിൽ നിന്നും വിട്ടുനിന്നത് ഒരൊറ്റ നേതാവാണ്. ആ നേതാവ് മറ്റാരുമല്ല, തൃശ്ശൂരിൽ നിന്നുള്ള ലോക്സഭാ അംഗവും ബി.ജെ.പിയുടെ കേരളത്തിലെ ഏക എം.പിയുമായ സുരേഷ് ഗോപിയാണ്. സുരേഷ് ഗോപിയുടെ ഈ അസാന്നിധ്യം ഇപ്പോൾ ഏറെ ചർച്ചയാവുകയാണ്. കാരണം അമിത്ഷാ നേരിട്ട് പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കാതെ കോട്ടയത്ത് മറ്റൊരു പരിപാടിയിലേക്ക് സുരേഷ് ഗോപി പോയത് ഇപ്പോൾ ബി.ജെ.പിക്കുള്ളിൽ വലിയ വിവാദമായി മാറുന്നുണ്ട്. പ്രവർത്തകർക്കിടയിൽ വലിയ അമർഷം പുകയുന്നുമുണ്ട്. പ്രധാനപ്പെട്ട ഒരു വിവരം ഇപ്പോൾ പുറത്തു വരുന്നത്, സുരേഷ് ഗോപിയുടെ ഓഫീസ് അറിയിക്കുന്നത് കോട്ടയത്ത് മറ്റൊരു പരിപാടി ഉള്ളതായി അമിത്ഷായെ അറിയിച്ചിരുന്നുവെന്നും അതുകൊണ്ടാണ് ഈ ഇരു പരിപാടികളിലും പങ്കെടുക്കാത്തത് എന്നുമാണ് സുരേഷ് ഗോപിയുടെ ഓഫീസ് നൽകുന്ന ഔദ്യോഗിക വിശദീകരണം. പക്ഷേ ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ ഈ അസാന്നിധ്യത്തിന് സുരേഷ് ഗോപിയുടെ ഏറ്റവും പുതിയ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദത്തിന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം സുരേഷ് ഗോപിയുടേതായി ഏറ്റവും പുതിയതായി പുറത്തിറങ്ങാൻ തയ്യാറെടുക്കുന്ന ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള ഒരു വലിയ വിവാദത്തിൽ അകപ്പെട്ടിരുന്നു. ചിത്രത്തിന് 60-ലേറെ കട്ടുകളായിരുന്നു കേന്ദ്രമന്ത്രിയുടെ ചിത്രമായിരുന്നിട്ട് കൂടി സെൻസർ ബോർഡ് വിധിച്ചത്. സെൻസർ ബോർഡിന്റെ ഈ നടപടി വലിയ വിവാദമായി മാറുകയും ചെയ്തിരുന്നു. കാരണം ഒരു സിനിമയിലെ ഒരു കഥാപാത്രത്തിന്റെ പേര് പോലും സെൻസർ ബോർഡിലെ RSS നോമിനികളെ അലോസരപ്പെടുത്തുന്നു എന്നതിന്റെ തെളിവായിരുന്നു ഈ സംഭവം. ഏറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് സിനിമയുടെ പേര് തന്നെയാണ്. ജാനകി എന്ന പേര് സീതാദേവിയുടെ മറ്റൊരു പര്യായ നാമമായതുകൊണ്ട് അത് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന കർക്കശ നിലപാട് സെൻസർ ബോർഡ് സ്വീകരിച്ചത് വലിയ വിവാദമായി മാറി. സിനിമയ്ക്ക് പിന്തുണയുമായി മുഴുവൻ സിനിമാ പ്രവർത്തകരും രംഗത്തെത്തി. താരസംഘടനയായ അമ്മയും സംവിധായകരുടെ ഉൾപ്പെടെ സംഘടനയായ ഫെഫ്കയും ഒരുമിച്ച് സമരം ചെയ്തു. പക്ഷേ ഈ സിനിമയുടെ സെൻസർ വിവാദം ആരംഭിച്ചത് മുതൽ ഒരു പ്രതികരണം പോലും നടത്താത്ത ഒരു സിനിമാ പ്രവർത്തകൻ കൂടിയായ തൃശ്ശൂർ എം പി സുരേഷ് ഗോപി മാധ്യമങ്ങളുടെ മുന്നിൽ നിന്നും പൊതുപരിപാടികളിൽ നിന്നും ഈ വിവാദം ആരംഭിച്ചത് മുതൽ ഒളിച്ചോടുകയാണ്. സുരേഷ് ഗോപി നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തെ കാണാൻ പോലും കിട്ടാത്തതിൻ്റെ ഒരു കാരണം ഈ സിനിമാ വിവാദം തന്നെയാണ് എന്ന് വിലയിരുത്തുന്നവർ ധാരാളമാണ്. പല സിനിമാ പ്രവർത്തകരും രാഷ്ട്രീയ നേതാക്കളും ഒക്കെ ഒരു കൈമേയ് മറന്ന ഈ സിനിമയ്ക്ക് പിന്തുണയുമായി രംഗത്തെത്തിയപ്പോഴും ഈ സിനിമയിലെ നായകൻ കൂടിയായ കേന്ദ്രമന്ത്രി ഒരു വാക്കുകൊണ്ടുപോലും ഈ സിനിമാ പ്രവർത്തകരെ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഈ സിനിമ സെൻസറിംഗ് വിവാദം സുരേഷ് ഗോപിക്കും ബി.ജെ.പി കേന്ദ്ര നേതൃത്വത്തിനുമിടയിൽ ഒരു ഭിന്നിപ്പ് സൃഷ്ടിച്ചിട്ടുണ്ടോ എന്ന സംശയം ശക്തമാവുകയാണ്. ഇല്ലെങ്കിൽ അമിത്ഷാ എത്രയോ നാളുകൾക്ക് ശേഷം കേരളത്തിൽ എത്തുന്ന ഇത്ര തന്ത്രപ്രധാനമായ രണ്ട് പരിപാടികൾ നടക്കുമ്പോൾ എന്തിനു സുരേഷ് ഗോപി കോട്ടയത്തേക്ക് വണ്ടി കയറി എന്ന ചോദ്യമാണ് എങ്ങും ഉയരുന്നത്. എന്തായാലും സുരേഷ് ഗോപി കേന്ദ്ര നേതൃത്വവും തമ്മിൽ ഒരു ഭിന്നിപ്പ് ഉടലെടുത്തിട്ടുണ്ട് എന്നതിൻ്റെ തെളിവായാണ് ഇപ്പോഴത്തെ സുരേഷ് ഗോപിയുടെ ഇന്നത്തെ രണ്ട് ചടങ്ങുകളിലെയും അസാന്നിധ്യം വിലയിരുത്തപ്പെടുന്നത്. എന്തായാലും തൃശ്ശൂർ എം പിക്ക് ഇത് അത്ര നല്ല കാലമല്ല എന്ന് പറയേണ്ടിയിരിക്കുന്നു.